എന്റെ പൊന്ന് പ്രകാശി, അല്ലേ തന്നെ ഈ പോഡ്കാസ്റ്റുകാരെ തട്ടിയിട്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. അതിന്റെ ഇടയിലേക്ക് നമ്മുടെ മോളെ കൂടെ വലിച്ചിറക്കണോ? എടാ ഇതാണ്ട് ആനയാ കൂനിയാന്നൊക്കെ അവള് പറഞ്ഞുകൊണ്ടാണ് പോയി ഞാൻ ഇതിലിറങ്ങാൻ തീരുമാനിച്ചത്. അവരങ്ങനെയൊക്കെ പറയും. അത് കേട്ട് നിങ്ങൾ ഇറങ്ങിയാലേ കീശ കാലിയാവും. കീശ വല്ലതും ഉണ്ടായിട്ടും ഇല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ഭാവിച്ചോണ്ടാണ് ഈ മുറ്റത്ത് സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ഇട്ടത്? എടാ ഇത് വലിയ പരിപാടിയാന്നൊക്കെ പറഞ്ഞപ്പോ ഇറങ്ങാൻ തീരുമാനിച്ചു. എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ചെടുക്കാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇനി അങ്ങനെ കുഴപ്പം വന്നാ നീ ഉണ്ടല്ലോ. ഞാനാ? ആ എന്റെ കാശുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുവോ? അതെന്താടാ പോയി നിനക്കൊരു ആക്കി സംസാരം കുറച്ചു ദിവസമായി നിനക്ക് തുടങ്ങിയിട്ട് വേണ്ടാട്ടാ. അതെ പ്രകാശി, ഇതുവരെ ആർക്കും തോന്നാത്ത കിടിലം ബിസിനസ് ഐഡിയാസ് എന്റെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. സത്യമായിട്ട് പിന്നല്ലാതെ. എടാ അങ്ങനെ ഉണ്ടെ പറയടാ, നമുക്ക് എവിടെ നിന്നൊക്കെ 5-6 പൈസ മുടക്കാൻ ആളെ കണ്ടുപിടിച്ച് പരിപാടി തുടങ്ങാന്നേ. അതെ, നിങ്ങളുടെ ഈ ബ്രോക്കർ പണി വല്ല നിസ്സാര പരിപാടിയല്ല, നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം. എന്നാടാ വേണക്കൂട്ടാ നീ അങ്ങനെ സംസാരിച്ചത്? എടാ ഇപ്പൊ ഈ സ്ഥലമൊന്നും എന്റെ പേരിൽ അല്ലെങ്കിലും ഭാവിയിൽ എന്റെ പേരിൽ വന്ന് ചേരേണ്ടതാ. ഞാനും ഒരു കോടീശ്വരൻ തന്നെയാ. കോടീശ്വരനൊക്കെയാ, പക്ഷെ ജെട്ടി മേടിക്കണേ അമ്മയുടെ പൈസ മേടിക്കണം. ഞാനത് നിർത്തി. ജെട്ടിയിടില്ല. ഇടിച്ചു തന്നിട്ടില്ല. എടാ ഞാൻ അമ്മയുടെ പൈസ മേടിക്കുന്നത് നിർത്തിയെന്ന്. അതിനെ പറ്റി? എന്റെ ഒരു കൂടപ്പുറപ്പുണ്ടല്ലോ, എന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വന്നൊരു സാധനം, ആ നരുന്ന് ഇവിടെ വന്ന് കേറിയിട്ടുണ്ട്. ആര്? സരിതയാ? വാ ചരിത. സരിത ഇവിടെ വന്നിട്ടുണ്ടോ? ആ. എന്നിട്ടാണോ പ്രകാശ് നിങ്ങൾ പറയാൻ മറന്നുപോയത്? വന്നേ, അവളെ കണ്ടിട്ട് കുറെ നാളായി. ഇവനിത് എന്ത് ഭാവിച്ച? അങ്ങനെ വിട്ടാ പറ്റത്തില്ല. മോളെ, അമ്മ അവിടെ ഇല്ലാത്തോണ്ട് പഠിത്തത്തിലോടൊപ്പരുത് കേട്ടോ. ആ അമ്മൂമ്മയുടെ സ്വപ്നം നീ സാക്ഷാത്കരിക്കണം. അമ്മയ്ക്ക് അതാണ് പ്രതീക്ഷ. എന്തു ചോദിച്ചത്? ഇത്രയും സ്ഥലം അവിടെ കിടക്കൂലേ, എന്നിട്ട് ഏറ്റവും ഇവിടെ കുത്തി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫോൺ ചെയ്യാൻ വേറെ സ്ഥലമില്ലേ? എനിക്ക് ഇവിടെ അടിച്ചു വരണം. മോളെ ഞാൻ വരാ. അമ്മൂമ്മയെ നോക്ക ഇവിടെ ആരുമില്ലടി. അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ വിളിക്കാം. ചേച്ചി, ഞാനിവിടെ ഫോൺ ചെയ്യണ കണ്ടില്ലേ? എന്നിട്ട് സോഫന്റെ അടിയിൽ നല്ല കാട്ടുകൊണ്ടടി. എടി സരിത, എത്ര നാളായി കണ്ടിട്ട്? വേണുകുട്ടാ, സുഖാണോ നിനക്ക്? എനിക്ക് സുഖം, നിനക്ക് സുഖല്ലേ? അങ്ങനെയൊക്കെ പോണം. ഇവനെന്ത് കുഴപ്പമാന്ന്? കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ പെണ്ണും പിട ഒന്നുമില്ല, അമ്പലക്കാളെപ്പോലെ ഇങ്ങനെ നടക്കല്ലേ. അതാണ് നീ കല്യാണം കഴിക്കാത്ത? സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യാന്ന് വെച്ചു. പെണ്ണിട്ടാഞ്ഞല്ലേ? അയ്യോ, ഇവിടെ എന്നാ കോമഡി എന്നറിയോ? സ്കൂളിൽ പഠിക്കുമ്പോഴേ ഭയങ്കര കോമഡിയാ. അയ്യോ ഇവിടെ ഭയങ്കര സീരിയസാ. കോമഡി പറയൂ ഇവള്. പിന്നെ സ്കൂളിൽ ഭയങ്കര കോമഡി അല്ലേ അവള്? അല്ലെങ്കിൽ അവള് ഭയങ്കര കോമഡിയാ. ഇവിടെ നിന്റെ ഒരു രഹസ്യമുണ്ട്. ഇവളുടെ ഒരു രഹസ്യമുണ്ട്, അറിയോ? രഹസ്യം? പറയടാ പറ. ഏത് രഹസ്യം? 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ആരോടും പറയരുതെന്ന് പറഞ്ഞ രഹസ്യം പറഞ്ഞിട്ടില്ലേ? അതേത് രഹസ്യം? നീ എന്നോട് പറയടാ വേണുകുട്ടാ. ചേച്ചി ഒന്ന് മാറുന്നേ. അതെ, നീ 10ാം ക്ലാസ്സിലെ പിള്ളേരെ കാണാറുണ്ടാ? നമ്മൾ ഇവിടുത്തെ പഠിച്ചേ ചന്തുവിനെ കണ്ടു. ഒരു മാസം മുമ്പ് ചന്തുവിനെ കണ്ടു. തരപ്പൻ ചന്തു. ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കൂടിയിടി. എന്നിട്ട് മൊത്തം സീനായി. അയ്യോ, ഒന്നും പറയണ്ട, ഭയങ്കര കോമഡി ആയി. കാര്യം പറയണ്ട, വാ. രഹസ്യം പറയണ്ട, വാ. ആണാ? ഇവളെ എന്നെ എപ്പ കണ്ടാലും ഇങ്ങനെയാണ്. പോരാട്ടാ, പോരാ. എടി ഞാൻ പറയണ നീ കേക്ക്. 2 പെഗടിച്ചപ്പോഴത്തേക്കും ചന്തു ഓഫായി. ഞാൻ അവനെ വിളിച്ചോണ്ട് അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവന്റെ ഭാര്യ എന്നോട് കട്ടക്കലിപ്പ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ അവനെ ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞു, മേല കള്ളു കുടിച്ച് വീട്ടിൽ കൊണ്ടുപോടാൻ എന്നോട് പറഞ്ഞ അടിച്ച് നിന്റെ പല്ലിയം താഴെയിടും ഞാൻ പറഞ്ഞു. ഇത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇനി മേള രഹസ്യവും പരസ്യം എന്ന് പറഞ്ഞ എന്റെ മുമ്പിൽ കൂടെ വന്നാണ്ടല്ലോ, നിന്റെ പടി ഞാൻ അടിച്ച് താഴെയിടും. കേട്ടണം, മത്തങ്ങ തലയാ. ചുമ്മാ തലടി നിന്നെ ചട്ടമ്പി സരിതാന്ന് വിളിക്കണത്. അതെടാ, ചട്ടമ്പി സരിതന്നെടാ ഞാൻ. ചട്ടമ്പി തട്ടിൽ കയ്യിലുണ്ട്. ആഹാ, എന്താണിത്? ഇങ്ങോട്ട് ഓടി വാടാ. നിങ്ങളുടെ സരിതപ്പച്ചിയുടെ പത്തി താഴ്ത്താനുള്ള ഒരു രഹസ്യം കിട്ടിയിട്ടുണ്ട്. അതൊരു രഹസ്യം. രഹസ്യം എന്താന്ന് പറ, എന്നാലും ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കാര്യമായിട്ടൊരു രഹസ്യം ഉണ്ട്. അറിയില്ലെങ്കിൽ പിന്നെ അമ്മയല്ലേ പറഞ്ഞ എന്തോ രഹസ്യം അറിയാന്ന്. അത് അറിയാവുന്ന ഒരാള് ഇവിടെയുണ്ട്. അതാര്? വേണുകുട്ടൻ. എന്ത്? എടാ, വേണുകുട്ടന്റെ സരിതപ്പച്ചി 10ാം ക്ലാസ് വരെ ഒന്നിച്ചല്ലേ പഠിച്ചത്. അപ്പം നടന്ന എന്തോ ഒരു സംഭവമാണ് ഈ രഹസ്യം. അത് വേണുകുട്ടനോട് സരിതപ്പച്ചി പറഞ്ഞ ആരോടും പറയരുതെന്ന്. ആരോടും പറയരുതെന്ന് പറഞ്ഞ എത്ര വലിയ രഹസ്യം നമ്മളോട് പറയൂ? അത് കണ്ടുപിടിക്കലല്ലേ നമ്മള് ഇത് എന്ത് പവർ. എന്നാലും എന്ത് രഹസ്യമാണ്, അമ്മയ്ക്ക് വല്ല ഐഡിയ ഉണ്ടോ? അല്ലെങ്കിൽ അവള് പണ്ടേ ഉടായിപ്പായിരുന്നു. പോടാ, അവളൊരു പ്രേമരോഗിയായിരുന്നു. വെറുതെ വെക്കാൻ സ്വഭാവം കിട്ടിയത്. ഞാൻ പ്രേമരോഗിയൊന്നുമല്ല, നീ അടച്ചിരിക്കുന്നേ. അല്ലെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും പറയും ഈ പിള്ളേർ ഇങ്ങനെ കലബിലാക്കും. എടാ, അത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി ആലോചിക്ക്. വേണമെങ്കിലും സൂപ്പടാ. നമുക്ക് 4 ആൾക്കും കൂടി ശ്രമിച്ചു കഴിഞ്ഞാല് നടക്കൂലേ? ഉറപ്പായിട്ടും.
ആ.